യെസ്, വർഗീസ് സാറേ, ഇടതുപക്ഷത്തിൻ്റെ ഭാവി എന്താവും കേരളത്തിൽ? നോക്കൂ, ഈ ഒരു അരക്ഷിതാവസ്ഥ ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ CPM-ൻ്റെ ചെലവിൽ ഒരുപക്ഷെ കേരളത്തിൽ BJP പച്ച പിടിച്ചാലോ? ആ സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? സാറേ, ഇടതുപക്ഷത്തിന്റെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് ഇതൊരു വിഷയമല്ല. അതായത് കേരളത്തിൽ എപ്പോഴും ഭരണം മാറി മാറി വരും. അതിൽ പരിഭ്രാന്തിയാവേണ്ട കാര്യമൊന്നുമില്ല. സാധാരണഗതിയിൽ 5 വർഷത്തിനുള്ളിൽ മാറുമായിരുന്നു. ഇപ്പം 10 വർഷം കൂടിയപ്പം മാറി. 1977 UDF-ന് 111 സീറ്റുണ്ട്. 77 അന്ന് 140 അസംബ്ലി സീറ്റേ ഉള്ളൂ. 1980 3 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ നടന്നപ്പോൾ LDF 98 സീറ്റുമായിട്ട് തിരിച്ചു. നിയാസി 1931 നിങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നും ഒരു പൂർണ്ണ വിരാമമല്ല, അർത്ഥവിരാമങ്ങളെ. അതുകൊണ്ട് ലെഫ്റ്റ് പോളിറ്റിക്സിന്റെ സോഷ്യൽ ബേസ് ഇവിടെ ഇപ്പം പത്മനാഭൻ സാർ പറഞ്ഞതനുസരിച്ച് ആ കണക്കുകൾ നോക്കിയാൽ നമുക്ക് ഒട്ടും 7% വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ BJP-യുടെ മാത്രമാണ് പറഞ്ഞത്, 11.42%. BJP ഇവിടെ ആദ്യമായിട്ട് സഖ്യകക്ഷി ഒരു പ്രമുഖമായിട്ടുള്ള അലയൻസ് രൂപീകരിക്കുന്ന BDJS-ഉമായിട്ടാണ്. അന്നും BJP-ക്ക് 14% വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ BDJS കൂടാതെ, ഇപ്പോൾ BDJS കുറെ ക്ഷീണിച്ചിട്ടുണ്ട്, BDJS കൂടാതെ 19 മണ്ഡലങ്ങളിൽ 2020-യുമായിട്ട് കൂടെ സഖ്യം രൂപീകരിച്ചിട്ടും ഇപ്പൊ പത്മനാഭൻ സാർ പറഞ്ഞ 14-ലേക്ക് നിൽക്കുന്നു. അതാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അന്ന് മോഹൻ സാറും നിയാസും ഇല്ലായിരുന്നു ആ സമയത്ത്. BJP-യുടെ വളർച്ച ഒരു സ്തംഭനാവസ്ഥ നിൽക്കുകയാണ്. അതിന്റെ തനിയുള്ള വോട്ട് ഷെയർ നോക്കിയാലും അതിന്റെ അലയൻസ് ഷെയർ നോക്കിയാലും ഒരു സ്തംഭനാവസ്ഥ നിൽക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ അതിന്റെ സ്ട്രാറ്റജി റീവർക്ക് ചെയ്യാതെ, ആ റീവർക്ക് ചെയ്യാനുള്ള ഒരു കാര്യമായിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഔട്ട്റീച്ച് എന്ന് പറയുന്നത്, ഔട്ട്റീച്ചിന് വേണ്ടിയുള്ള പരിശ്രമം. പക്ഷെ അത് അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഫെയ്ത്ത് BJP-ക്ക് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ 28 സ്റ്റേറ്റിൽ 21 അത് ലഭിക്കില്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പശ്ചിമ ബംഗാളിൽ പോലും മാറി ചിന്തിക്കുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി, ഉത്തർപ്രദേശിൽ മാറി ചിന്തിച്ചു. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ മാറി ചിന്തിക്കില്ല? ആ ഒരു ഫെയ്ത്ത് അത് ഉണ്ടാവില്ല BJP-യിൽ, അല്ലെങ്കിൽ NDA-യിൽ ഉണ്ടാവില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുമോ? രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം? മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക്. അതുകൊണ്ടാണ് അവർ പലപ്പോഴും. അല്ല സാർ, രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആ ഇൻസെക്യൂരിറ്റി, അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യുന്നില്ലല്ലോ. കേരളത്തിൽ മാത്രം എന്താ? മറ്റ് സ്ഥലങ്ങളിലുണ്ട് സാറേ. അതായത് അത് ഇടത് വലത് മുന്നണികൾ അവരെ പേടിപ്പിച്ച് നിർത്തുകയല്ലേ, ഭയപ്പെടുത്തി നിർത്തുകയല്ലേ? അവരുടെ ആ ഭയം അത് ചൂഷണം ചെയ്യല്ലേ ഇവിടുത്തെ 2 മുന്നണികളും? അങ്ങനെയല്ല. ഇത്തവണത്തെ തന്നെ എന്തുകൊണ്ടാണ് BJP-ക്ക് തനിയെ ഭൂരിപക്ഷം കിട്ടാഞ്ഞത്? 271 സീറ്റ് വേണമായിരുന്നു. അവിടെ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാൽ, UP-യിലെ മുസ്ലിംസ് അവിടെ നടക്കുന്ന ചില അസോൾട്ടിന്റെ ഫലമായിട്ട്, അതിൻ്റെ എല്ലാം ഫലമായിട്ട് അവര് സോഷ്യൽ ബേസ്, മുസ്ലിംസും യാദവരും സോഷ്യൽ ബേസ് ആയിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ 37 MP-മാരെ വിജയിപ്പിച്ചു. അങ്ങനെയാണ് BJP-ക്ക് 240 സീറ്റ് ഒതുങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് രാജ്യത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റിലെ മാത്രം ഒരു മോഡൽ എടുത്ത് നോക്കിയാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് അവർ പല. വർഗീസ് സാറെ, UP-യിൽ 90% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. താങ്കൾക്ക് അറിയാലോ? അതെ, അങ്ങനെ ചില ഉണ്ട് സാർ. ഇപ്പൊ അയോധ്യ ഇരിക്കുന്ന സ്ഥലത്ത് ആരാ ജയിച്ചേ? അതെ, അറിയാം. നമ്മുടെ സമാജ്വാദി പാർട്ടിയാ ജയിച്ചേ. അങ്ങനെ ഒറ്റപ്പെട്ട ചില മണ്ഡലങ്ങളുണ്ട്. അതല്ലേ നമ്മൾ പറഞ്ഞോണ്ട് വന്ന വിഷയം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് 28 സ്റ്റേറ്റും ഭരിക്കണമെന്നൊരു വാശി? SIR ഒരു രാഷ്ട്രീയ പാർട്ടി, ലോകത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ഫെഡറൽ ഗവൺമെന്റ് ഭരിക്കണം, 28 സ്റ്റേറ്റും ഞങ്ങൾ ഭരിക്കണം എന്നുള്ള വാശിയിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ SIR-ന്റെ കാര്യം പറഞ്ഞു. അവിടെ മാൽഡായിൽ ഭഗവൻമോല എന്ന് പറയുന്ന ഒരു നിയോജകമണ്ഡലമുണ്ട്. അവിടെ 2,06,000 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ 1,06,000 വോട്ടർമാരുടെ അപ്പീൽ അഡ്ജൂഡിക്കേഷൻ വെച്ചിരിക്കുകയാണ്. അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങൾ. അപ്പോൾ ആ നിലയിൽ ഇങ്ങനെ പിടിക്കേണ്ട കാര്യമുണ്ടോ സ്റ്റേറ്റ്? തമിഴ്നാട് അങ്ങനെ പിടിക്കേണ്ട കാര്യമുണ്ടോ? കേരളം പിടിക്കേണ്ട കാര്യമുണ്ടോ?
ഞങ്ങൾക്കൊരു ശക്തമായ സോഷ്യൽ ബേസ് ആര്യാവർത്തത്തിൽ നോർത്ത് ഇന്ത്യയിലുണ്ട്, ബി ജെ പിക്ക് ഉണ്ട്. അവിടെ നല്ലൊരു വെൽഫെയർ സ്റ്റേറ്റ് രൂപീകരിക്കുക, മനുഷ്യാന്തസ്സോടുകൂടി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ ഒരിക്കലും അസാധ്യമായ ഒരു സ്റ്റേറ്റ് എങ്ങനെ ബി ജെ പി അധികാരം പിടിക്കാൻ വേണ്ടി എന്ത് കാര്യമാണ് അവർക്കുള്ളത്? ഇപ്പൊ നിയാസ് പറയുന്നു LDFന്റെ വോട്ടുകൾ ബി ജെ പിക്ക് കൊടുത്തു. ആരെങ്കിലും സെൻസിബിൾ ആയിട്ട് പറയും? പ്രാദേശിക തലത്തിലാണെങ്കിലും സ്റ്റേറ്റ് തലത്തിലാണെങ്കിലും ബി ജെ പി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ഇവിടുത്തെ ലെഫ്റ്റ് പാർട്ടീസ് അല്ലേ. പലപ്പോഴും ത്രികോണ മത്സരങ്ങൾ വരുമ്പോൾ വോട്ടുകൾ മാറി മാറി വരും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, തിരുവല്ലായി മാത്യു തോമസിന് ഇത്തവണ 20,000 വോട്ട് കുറഞ്ഞു. അവിടെ അനൂപ് ആന്റണിക്ക് 20,000 വോട്ട് കൂടി. അവിടുത്തെ LDF പ്രവർത്തകർ നേരെ ക്യൂ നിന്ന് 20,000 പേര് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണോ മനസ്സിലാക്കേണ്ടത്? അല്ല. അത് പോളിറ്റിക്സിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇലക്ട്രൽ പോളിറ്റിക്സിൽ അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കേരളം പിടിക്കാൻ ബംഗാൾ ലൈനോ എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തിനാണ് ഈ കേരളം ബി ജെ പി പിടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? നിങ്ങൾക്ക് 21 സ്റ്റേറ്റ് ഇല്ലേ? ഇപ്പൊ തമിഴ്നാട് പിടിക്കാനായിട്ട് എത്രയോ കാലമായിട്ട് നോക്കുന്നു. തമിഴ്നാട് പിടിക്കാൻ ഇത്തവണ എത്ര ആൻസറെ കിട്ടിയത്? 2 സീറ്റോ 3 സീറ്റോ തമിഴ്നാട്ടിൽ കിട്ടിയത്? എത്ര തവണ പ്രൈം മിനിസ്റ്റർ വന്നു? അതുകൊണ്ട് ഇന്ത്യൻ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ മൾട്ടി ഫെഡറൽ പൊളിറ്റിയാണ്. ഒരു ബഹുതല രാഷ്ട്രീയമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കുക, അതിനോട് സഹകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, അതാണെന്നാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും വക്കീലെ, പത്മനാഭ വക്കീലെ, നമുക്ക് കേരളം ഒരു രാജ്യമായിട്ട് അങ്ങ് പതിച്ചു കൊടുത്തേക്കാം. ഓക്കെ.